ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു ലൈവ് സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിടയ്ക്ക് സ്റ്റക്കായി പോയി. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. LPUPക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ട് നമ്മുടെ 10th ബയോളജിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡ് വരെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത് നേരത്തെയുള്ള വീഡിയോ കാണാത്ത കൂട്ടുകാർ അതൊന്ന് കണ്ടേക്കുക. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം അയഡിനാണ്. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്നത് ഗോയിറ്റർ. ദെൻ അപ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി 2 ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒന്ന് തൈറോക്സിൻ, മറ്റൊന്ന് കാൽസിറ്റോണിൻ അല്ലേ. ഒന്ന് തൈറോക്സിൻ, മറ്റൊന്ന് കാൽസിറ്റോണിൻ. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 വരെ അല്ലേ. 9 to 11 mg/100 ml ആണ് രക്തത്തിലെ സാധാരണ കാൽസ്യത്തിൻ്റെ അളവ്. അപ്പോൾ ഈ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുന്ന സമയത്ത്, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ കാൽസിറ്റോണിൻ്റെ ധർമ്മം എന്തായിരിക്കും? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ കുറയ്ക്കുക അല്ലേ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ള ജോലിയാണ് നമ്മുടെ കാൽസിറ്റോണിന് ഉള്ളത്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? കാൽസിറ്റോണിൻ. ഓക്കെ. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കൂടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതായതുകൊണ്ട് ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇനി തിരിച്ചുള്ള കണ്ടീഷൻ ആണെങ്കിൽ എന്തായിരിക്കും? അതായത് നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കൂ. ഈ 9 to 11 റേഷ്യോന്ന് കൂടിക്കഴിഞ്ഞാൽ കാൽസിറ്റോണിൻ ഉണ്ടാകുന്നു. രക്തത്തിൽ അത് നോർമൽ ലെവലിലേക്ക് വരുന്നു. ഓക്കെ. രക്തത്തിൽ നോർമൽ അളവിനേക്കാളും നമ്മുടെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു അളവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വേണം അല്ലേ. അപ്പോൾ അതിന് ആ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഓക്കെ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുണ്ട്. ആ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ് നമ്മുടെ പാരാതോർമോൺ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ. ഇതെന്ത് ചെയ്യുന്നു? ഇത് കാൽഷ്യത്തിൻ്റെ അളവിനെ കൂട്ടുന്നു, ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവിനെ കൂട്ടുന്നു. ഓക്കെ. ഇപ്പോൾ ഇത് കൺഫ്യൂഷൻ വരാൻ വളരെ ചാൻസ് ഉണ്ട്, കാൽസിറ്റോണിനും പാരാതോർമോണും. അപ്പോൾ ആലോചിക്കുക, പാരകൾ എപ്പോഴും കൂട്ടാനാണ് സഹായിക്കുക അല്ലെ. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പാരകൾ നോക്കുന്നത്. അപ്പോൾ പാരാതോർമോൺ എപ്പോഴും കാൽഷ്യത്തിൻ്റെ അളവിനെ കൂട്ടാൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ എപ്പോഴാണ് ഉണ്ടാവേണ്ടത്? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് അവൻ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് ആണല്ലോ. ഇപ്പോൾ പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോൺ ആണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് അതിനെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ഡെഫിഷ്യൻസി ഓഫ് പാരാതോർമോൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പാരാതോർമോണിന്റെ ഡെഫിഷ്യൻസി കാരണം അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനിയാണ്. ഓക്കെ, ടെറ്റനി. ദെൻ നമ്മുടെ അടുത്ത ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്രന്ഥി. നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥി പഠിച്ചു. അടുത്തത് തൈമസ് ഗ്രന്ഥിയാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഗ്രന്ഥി എന്ന് പറയുന്നത് മാറലിന്റെ പിന്നിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ ജുവനൈൽ ഗ്ലാൻഡ്, അതായത് ശൈശവാവസ്ഥയിലിരിക്കുന്ന ആ ഒരു സമയത്ത് മാത്രം, കുഞ്ഞായിരിക്കുന്ന സമയത്ത് മാത്രം വളരെ പ്രവർത്തന ശേഷി കൂടി, അതായത് ആക്റ്റീവായിട്ടിരിക്കുന്നത് കുഞ്ഞായിരിക്കുന്ന ആ ഒരു സമയത്താണ്. ആയി കഴിയുമ്പോൾ, ആ ഒരു വ്യക്തി പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഈ ഒരു ഗ്രന്ഥി നന്നായി ചുരുങ്ങിപ്പോകുന്നു. ഓക്കെ. ശൈശവഘട്ടത്തിൽ മാത്രം നന്നായിട്ട് ഒരുപാട് പ്രവർത്തന സജ്ജമായിട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് നമ്മുടെ തൈമസ് ഗ്രന്ഥി. ഇനി ഈ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. എന്താണ്? തൈമോസിൻ. ഓക്കെ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. അപ്പോൾ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ഈ ഹോർമോണിനെ പറ്റി പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യൂത്ത് ഹോർമോൺ അല്ലെങ്കിൽ ജുവനൈൽ ഹോർമോൺ. ഓക്കെ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏതാണ്? നമ്മുടെ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിനാണ്. ഇനി നമ്മുടെ ഈ ഹോർമോൺ, അതായത് തൈമോസിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ T ലിംഫോസൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ, രോഗപ്രതിരോധത്തിന് വേണ്ടി സഹായിക്കുന്ന T ലിംഫോസൈറ്റുകൾ. ഓക്കെ. T ലിംഫോസൈറ്റുകളുണ്ട്. ഈ T ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനത്തെ, ഈ T ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനത്തെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ T ലിംഫോസൈറ്റുകൾ മെച്യൂർ ആകുന്നത്, അത് പാകപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയിൽ വന്നിട്ടാണ് കേട്ടോ. T ലിംഫോസൈറ്റുകൾ പാകപ്പെടുന്നത് അല്ലെങ്കിൽ മെച്യൂർ ആകുന്നത് എവിടെ വന്നിട്ടാണ്? തൈമസ് ഗ്രന്ഥിയിൽ വന്നിട്ടാണ്. ഓക്കെ. ഇതാണ് നമ്മുടെ തൈമസ് ഗ്രന്ഥി. മാറലിന് പിന്നിലായിട്ടാണ് തൈമസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തേത് പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്ലാൻഡ്. ബയോളജിക്കൽ ക്ലോക്ക്, ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ഓക്കെ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത്, ബയോളജിക്കൽ ക്ലോക്ക്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺസ് ആണ് മെലാറ്റോണിനും സെറാറ്റോണിനും. ഓക്കെ. മെലാറ്റോണിൻ ആൻഡ് സെറാറ്റോണിൻ. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണുന്ന ഗ്രന്ഥിയാണ് നമ്മുടെ പീനിയൽ ഗ്രന്ഥി. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ട് കാണുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. ഓക്കെ.
അപ്പോൾ മെലാറ്റോണിനും സെറാട്ടോണിനും ജൈവഘടികാരം എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ജൈവഘടികാരം എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഈ റിഥം ഒന്ന് കൃത്യമായിട്ട് അതിൻ്റെ താളക്രമം കൃത്യമായി പാലിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. അതായത് ഇപ്പോൾ 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ 1 മണിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വിശക്കും. അദ്ദേഹം സമയം നോക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് എന്തുണ്ടാവും, വിശപ്പ് ഉണ്ടാവും അല്ലേ. അതുപോലെ രാത്രി 10 മണിക്ക് കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 10 മണിയാകുമ്പോൾ അദ്ദേഹത്തിന് ഉറക്കം സ്വാഭാവികമായിട്ടും വരും. രാവിലെ 5 മണിക്ക് ഉണരുന്ന ഒരാളാണെങ്കിലോ 5 മണിയാകുമ്പോൾ അലാറത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അദ്ദേഹത്തിന് എന്തുണ്ടാവും, കൃത്യമായിട്ട് അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് ഉണരും. അപ്പോൾ ഈ ഒരു റിഥം ആ ഒരു ചിട്ട അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ ഒരു താളക്രമം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രന്ഥിനെ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ, ഇനി ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നത്. രാത്രികാലങ്ങളിൽ മെലാറ്റോണിന്റെ ഉൽപ്പാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമാണ്. സ്ലീപ്പിംഗ് ഹോർമോൺ എന്നാണ് മെലാറ്റോണിൻ അറിയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ഉറക്കം നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. രാത്രികാലങ്ങളിൽ മെലാറ്റോണിന്റെ ഉൽപ്പാദനം കൂടുതലാണ്, പകൽ സമയത്ത് മെലാറ്റോണിന്റെ ഉൽപ്പാദനം കുറവാണെന്ന് ഓർമ്മിക്കുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നമ്മളിതൊക്കെ വിശദമായി ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാം. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ദെൻ അടുത്ത് നമ്മൾ പഠിക്കുന്നത് പാൻക്രിയാസ് ആണ്. ഓക്കെ, അടുത്ത് പഠിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ആണ്. PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസിനകത്ത് ഒരു കൂട്ടം കോശങ്ങളുണ്ട്. കോശങ്ങളുടെ കൂട്ടത്തെ നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയും. ഇതിനകത്ത് കാണുന്ന കോശങ്ങളുടെ കൂട്ടത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരം കോശങ്ങളുണ്ട്. 2 തരം കോശങ്ങളുണ്ട്, ആൽഫാ കോശങ്ങളും ബീറ്റാ കോശങ്ങളും. ആൽഫാ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ഉണ്ട്. 2 തരം കോശങ്ങൾ, ആൽഫാ കോശങ്ങളും ബീറ്റാ കോശങ്ങളും. പാൻക്രിയാസിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോശങ്ങളെ വിളിക്കുന്ന പേര് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരം കോശങ്ങളുണ്ട്. ഒന്ന് ആൽഫാ കോശം, മറ്റൊന്ന് ബീറ്റാ കോശം. ഓക്കെ, നമ്മുടെ ബ്ലഡിലെ പാൻക്രിയാസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഇതിനൊരു പ്രധാനപ്പെട്ട ജോലിയായിട്ട് നമ്മൾ പറയുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ ക്രമമായി നിലനിർത്താൻ സഹായിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. ഓക്കെ, അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നോർമൽ അളവ് പഠിച്ചു വയ്ക്കുക. 80 to 120 mg/100 ml. ഇത് കറക്റ്റായി പഠിച്ചു വയ്ക്കണം. നമ്മുടെ നോർമൽ BP എന്ന് പറയുന്നത് 120/80 ആണ്. 120/80 ആണ് BPയുടെ ലെവല്. ഗ്ലൂക്കോസിന്റെ ലെവലാണ് 80-120, തെറ്റിക്കരുത്. BPയുടെ ലെവല് 120/80 ആണ്. 80-120 ഗ്ലൂക്കോസിന്റെ ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ഗ്ലൂക്കോസിന്റെ ലെവല്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ ക്രമമായി നിലനിർത്താൻ സഹായിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. അപ്പോൾ ആമാശയത്തിന്റെ തുടർച്ച അതൊന്നും വേണ്ട, നിങ്ങൾ നോക്കുക. ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു, ആൽഫാ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ബീറ്റാ സെൽസ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ആൽഫാ കോശങ്ങൾ, ആൽഫാ സെൽസ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? ആൽഫാ സെൽസ് ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്ലൂക്കഗോൺ. അപ്പോൾ ബീറ്റാ സെൽസ് ഇൻസുലിനും ആൽഫാ സെൽസ് ഗ്ലൂക്കഗോണും ഉൽപ്പാദിപ്പിക്കുന്നു. ബീറ്റാ സെൽസ് ഇൻസുലിനും ആൽഫാ സെൽസ് ഗ്ലൂക്കഗോണും ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ഇൻസുലിൻ്റെ ജോലി എന്താ? നമ്മൾ ഇൻസുലിൻ്റെ കുത്തിവയ്പ്പ് എടുക്കുന്നത് അറിയാം അല്ലേ? അപ്പോൾ അത് മാത്രം ആലോചിച്ചാൽ മതി, കൺവേർഷൻ നമുക്ക് കിട്ടും. ഇൻസുലിൻ്റെ കുത്തിവയ്പ്പ് എടുക്കുന്ന എന്തിനാണ്? ഷുഗർ പേഷ്യൻസ് ആണ് ഇൻസുലിൻ കുത്തിവയ്പ്പ് എടുക്കുന്നത്. അപ്പോൾ ഷുഗർ പേഷ്യൻസിൻ്റെ ഷുഗർ കൂടുന്ന സമയത്ത് ആ ഷുഗറിനെ, ആ ഗ്ലൂക്കോസിൻ്റെ അളവിനെ എന്ത് ചെയ്യണം? ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇൻസുലിൻ കുത്തിവെക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിനെ കുറയ്ക്കാൻ വേണ്ടി, അപ്പോൾ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റണം? വേറെ എന്തെങ്കിലും ആക്കി മാറ്റണം അല്ലേ? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ആളാണ് ഇൻസുലിൻ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ആളാണ് ആര്? ഇൻസുലിൻ. അപ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന സമയത്ത് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റണം? ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ആളാണ് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കഗോൺ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കഗോൺ ആണെങ്കിൽ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാലും പ്രശ്നമാണ് അല്ലേ? ഡൗൺ ആവാനും പാടില്ല. അപ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് ഗ്ലൂക്കഗോൺ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിലെ ഗ്ലൈക്കോജനെ മാത്രമല്ല ബാക്കി എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ, ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ നമ്മുടെ അമിനോ ആസിഡിനെ ഒക്കെ എന്താക്കി മാറ്റുന്നു? ഒക്കെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ആളാണ് നമ്മുടെ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ആള്. അപ്പോൾ രക്തത്തിൽ നമ്മുടെ ഇൻസുലിൻ സിറിഞ്ച്, നമ്മുടെ കുത്തിവയ്പ്പിനെ ആലോചിച്ചാൽ മതി. ഷുഗർ പേഷ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഷുഗർ പേഷ്യൻസിന് ഷുഗർ കൂടുതലാണ്, നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അതിനെ കുറയ്ക്കണം അല്ലേ? അതിനുവേണ്ടി അവർ ഇൻസുലിൻ കുത്തിവയ്പ്പ് എടുക്കുന്നു. അപ്പോൾ ഒരുപാടുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ജോലി ഇൻസുലിൻ ചെയ്യുന്നു. ഇനി ഗ്ലൂക്കോസിന്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ ഗ്ലൈക്കോജനിൽ നിന്ന് അല്ലെങ്കിൽ അമിനോ ആസിഡുകളിൽ നിന്നൊക്കെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ജോലിയാണ് ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. ബാഹ്യസ്രാവിയായും അന്തസ്രാവിയായും പ്രവർത്തിക്കുന്നു. അത് എക്സോക്രൈൻ ഗ്ലാൻഡായിട്ടും എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ടും നമ്മുടെ പാൻക്രിയാസ് പ്രവർത്തിക്കുന്നു.
ഇനി രാസാഗ്നിയും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, എൻസൈമിനെയും ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി. ഇനി സ്വീറ്റ് ബ്രെഡ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പ്രഭാത ഭക്ഷണം അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ പരിശോധിക്കും അല്ലേ, നമ്മൾ ഫാസ്റ്റിങ്ങിൽ പരിശോധിക്കുമല്ലോ, ഷുഗർ ലെവൽ പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് 126 mg/100 ml എന്ന തോതിന് മുകളിലാണ് ഗ്ലൂക്കോസിൻ്റെ അളവെങ്കിൽ, ഗ്ലൂക്കോസിൻ്റെ അളവ് 126 mg/100 ml എന്നുള്ളതിനേക്കാൾ കൂടിയ അളവാണെങ്കിൽ ആ ഗ്ലൂക്കോസ്, ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ കൂടുതലുള്ള ഗ്ലൂക്കോസിൻ്റെ മൂത്രത്തിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, പുറന്തള്ളുന്നു. ഈ അവസ്ഥേനെ വിളിക്കുന്ന പേരാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം. ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം. ഇനി ലോക പ്രമേഹ ദിനം നവംബർ 14 നമ്മുടെ ശിശുദിനത്തിൻ്റെ അന്നാണ് ലോക പ്രമേഹ ദിനവും നവംബർ 14. ഓർത്തു വയ്ക്കാം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അറിയാൻ ഉപയോഗിക്കുന്നത് ബെനഡിക്റ്റ് ലൈനിയാണ്. നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായി മനസ്സിലാവാനാണ് ഞാൻ പോയിന്റ്സ് ഒക്കെ മാക്സിമം പറയുന്നത്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അറിയാൻ ഉപയോഗിക്കുന്നത് ബെനഡിക്റ്റ് ലൈനി. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. അടുത്ത ഗ്രന്ഥിയാണ്, 5ാമത്തെ ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. ഓക്കെ, അഡ്രീനൽ ഗ്ലാൻഡ്. ഓക്കെ, അഡ്രീനൽ ഗ്ലാൻഡ്. ഇപ്പോൾ നോക്കാം, നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ കിഡ്നിയാണ് അല്ലേ, കിഡ്നിയുടെ മേലെ ഒരു തൊപ്പി പോലെ ഇരിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. കിഡ്നിയുടെ മേലെ ഒരു തൊപ്പി പോലെ ഇരിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. അതിനെ ഇങ്ങനെ മാറ്റി വരച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ മെഡുല്ലയുണ്ട്, ഇന്നർ മെഡുല്ലയുണ്ട്, പുറം ഭാഗത്ത് കോർട്ടെക്സ് ഉണ്ട്. അപ്പോൾ കോട്ട്, നമ്മുടെ പിള്ളേരുടെ തന്നെ കോഡാണ് കോട്ട്, പുറത്താണ് നമ്മൾ കോട്ടിടുക അല്ലേ. അപ്പോൾ കോർട്ടെക്സ് അങ്ങനെ ആലോചിച്ചാൽ മതി. പുറത്തുള്ളത് കോർട്ടെക്സ് ആണ്, അകത്തുള്ളത് മെഡുല്ലയാണ്. ഈ പുറം ഭാഗം കോർട്ടെക്സ്, ഉള്ളിലുള്ളത് മെഡുല്ല. ഇനി നമ്മുടെ മെഡുല്ല, അഡ്രീനൽ ഗ്രന്ഥിയുടെ മെഡുല്ല 2 ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നു, എപ്പിനെഫ്രിനെയും നോർ എപ്പിനെഫ്രിനെയും. ഈ എപ്പിനെഫ്രിനെ വിളിക്കുന്ന മറ്റൊരു പേര് അഡ്രിനാലിൻ എന്നാണ് കേട്ടോ. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. ഓക്കെ, അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ. ഓക്കെ, എമർജൻസി ഹോർമോൺസ്, അടിയന്തര ഹോർമോണുകൾ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഈ ആൾക്കാർ. അപ്പോൾ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്നതാണ്, അഡ്രീനൽ ഗ്രന്ഥിയുടെ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ. അത് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും അല്ലെങ്കിൽ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും പഠിച്ചു വയ്ക്കാം. ടെക്സ്റ്റ് ബുക്കിനകത്ത് എപ്പിനെഫ്രിൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി കേൾക്കുന്ന വാക്ക് അഡ്രിനാലിൻ എന്നാണ്. അപ്പോൾ അതില്ലെങ്കിലും എപ്പിനെഫ്രിൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണമെന്ന് ഓർമ്മിക്കാം. ഇനി നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് കുറേ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കോർട്ടിസോൾ, പിന്നെ അൾഡോസ്റ്റിറോൺ. ഇത് രണ്ടുമാണ് മെയിനായിട്ട് പഠിക്കുന്നത്. പിന്നെ കുറച്ച് ലൈംഗിക ഹോർമോണുകളെയും നമ്മുടെ അതിൻ്റെ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ശരീരത്തിലെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് കോർട്ടിസോളാണ്. പിന്നെ അൾഡോസ്റ്റിറോൺ എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ബ്ലഡിലെ വെള്ളത്തിൻ്റെയും സോൾട്ടിൻ്റെയും, ജലത്തിൻ്റെയും ലവണത്തിൻ്റെയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. പിന്നെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് അൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി. നോക്കിയേ, പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് ഒരു മുൻദളവും ഉണ്ട്, പിൻദളവും ഉണ്ട്. 2 ദളങ്ങളുണ്ട്. ഓക്കെ, മുൻദളവും ഉണ്ട്, പിൻദളവും ഉണ്ട്. ഈ 2 ദളങ്ങളും വ്യത്യസ്തങ്ങളായ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസിൻ്റെ സംഭരണം നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ പിറ്റ്യൂട്ടറിയിലാണ്. ആ ഹോർമോൺസിൻ്റെ സംഭരണം നടക്കുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറിയിൽ ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർക്കാം. ഓക്കെ, ഇനി വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ ആണ്. നമ്മൾ വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ഒന്ന് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ. ഇനി നമ്മുടെ വളർച്ചാ ഹോർമോണിൻ്റെ അളവ് അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിയാൽ വളർച്ചാഘട്ടത്തിലാണേ, ഒരാൾ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ, വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻറ്റിസം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നയിക്കും. വലിയ വലിപ്പം കൂടുക അല്ലേ, നല്ല ഉയരം വെക്കുക. ഓക്കെ, ജൈജാൻറ്റിസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നയിക്കും, ജൈജാൻറ്റിസം. ഓക്കെ, അപ്പോൾ ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻറ്റിസം വളർച്ചാഘട്ടത്തിൽ നമ്മുടെ സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ വളർച്ചാ ഹോർമോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻറ്റിസം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നയിക്കും. ഇനി വളർച്ചാഘട്ടത്തിന് ശേഷമാണ്,
പ്രായപൂർത്തിയായതിനു ശേഷം. ഓക്കെ, വളർച്ചാഘട്ടത്തിന് ശേഷമാണ് നമ്മുടെ സൊമാറ്റോട്രോപ്പിൻ കൂടുകയാണെങ്കിൽ, ഓക്കെ, വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ കൂടിക്കഴിഞ്ഞാൽ അക്രോമെഗലി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഉണ്ടാവുക. അക്രോമെഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മുഴുവനായിട്ട് വലുതാകാതെ ടിപ്സ് മാത്രം, ഇപ്പം നമ്മുടെ കൈയിൻ്റെ ടിപ്സ്, കാലിൻ്റെ ടിപ്സ്, അതുപോലെ ചിന്ന്, നമ്മുടെ താടി, തല, അങ്ങനെ നമ്മുടെ ടിപ്പുകൾ മാത്രം, അഗ്രങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നു, വലുതാവുന്നു. അത് ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അക്രോമെഗലി. ഇപ്പോൾ വളർച്ചാഘട്ടത്തിന് ശേഷമാണ് നമ്മുടെ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടുന്നതെങ്കിൽ അത് അക്രോമെഗലി എന്ന് പറയുന്ന കണ്ടീഷന് വഴിതെളിക്കുന്നു. ഇനി സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ, ഓക്കെ, സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് എന്തിനു വഴിതിരിക്കുന്നു, അത് ഡ്വാർഫിസം അല്ലെങ്കിൽ വാമനത്വം കുറഞ്ഞാൽ, ഓക്കെ, സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കുള്ളന്മാരായി പോകുന്നു, വാമനത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH. എന്തായിരിക്കും തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നു. അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ ACTH അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇതൊക്കെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ദെൻ ഗൊനാഡോട്രോപിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നു, ഗൊനാഡോട്രോപിക് ഹോർമോൺ. ദെൻ വളർച്ചാ ഹോർമോൺ നമ്മളിപ്പോൾ പറഞ്ഞതാണ്, ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദെൻ പ്രൊലാക്റ്റിൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു, പ്രൊലാക്റ്റിൻ. ഓക്കെ, പ്രൊലാക്റ്റിൻ ആണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക്, മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത് ആരാണ്? പ്രൊലാക്റ്റിൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിൻ. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ നിന്ന് സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അത് പിൻതളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പോലെ നമുക്ക് തോന്നുന്നു. പക്ഷേ ഈ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആക്ച്വലി ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളാണ്. ഹൈപ്പോതലാമസിലെ പ്രത്യേക കോശങ്ങളാണ് ഈ ഓക്സിറ്റോസിനെയും വാസോപ്രസിനെയും ഉൽപ്പാദിപ്പിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് നമ്മുടെ ബോഡിക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് അതിനെ സ്രവിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി സ്രവിപ്പിക്കുന്നത് കാരണം നമുക്കത് പിറ്റ്യൂട്ടറി ഉണ്ടാക്കിയ പോലെ തോന്നുമെങ്കിലും അത് ആക്ച്വലി ഉണ്ടാക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഓപ്ഷനിൽ ഹൈപ്പോതലാമസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പോതലാമസ് സെലക്ട് ചെയ്യണം. അതല്ലാതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റ്യൂട്ടറി എഴുതാം. അപ്പോൾ പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിൽ നിന്ന് വരുന്നത് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്സിറ്റോസിൻ്റെ ജോലി. നമ്മുടെ ഗർഭാശയ ഭിത്തി ഉണ്ടല്ലോ, യൂട്രസിൻ്റെ വോൾസ്, അത് അവിടെയുള്ള മിനുസപേശികളെ സങ്കോചിപ്പിച്ചിട്ട് കോൺട്രാക്ട് ചെയ്തിട്ട് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, ആ ഒരു ഡെലിവറി കൃത്യമായിട്ട് നടക്കാൻ വേണ്ടി ആ ഒരു മസിൽസിലേക്ക് ചുരുങ്ങാൻ സങ്കോചിപ്പിക്കാൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിനാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നതും ഓക്സിറ്റോസിനാണ്. പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനത്തിനാണ് സഹായിച്ചത്. കണ്ടോ വ്യത്യാസം കണ്ടോ? പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിച്ചു. നമ്മുടെ ഓക്സിറ്റോസിൻ ആണെങ്കിൽ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നതാണ് ഓക്സിറ്റോസിൻ. വ്യത്യാസമുണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ദെൻ വാസോപ്രസിൻ അല്ലെങ്കിൽ ADH ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. വെരി ഇമ്പോർട്ടൻറ്റ്. വാസോപ്രസിൻ അല്ലെങ്കിൽ ADH ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. ഓക്കെ, നമ്മുടെ വെള്ളത്തിൻ്റെ പുനരാകിരണം, നമ്മുടെ വൃക്കയിൽ വെച്ച് വെള്ളത്തിൻ്റെ പുനരാകിരണം, തിരിച്ച് നമ്മുടെ വെള്ളം എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം. ഇപ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ആളാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ADH. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ADHൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണെന്നറിയാലോ? ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണ് നമ്മുടെ ADHൻ്റെ അല്ലെങ്കിൽ വാസോപ്രസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. അപ്പോൾ ഓക്സിറ്റോസിൻ പ്രസവം സുഗമമാക്കാൻ വേണ്ടി ഗർഭാശയ അതിൻ്റെ ഭിത്തിയിലുള്ള പേശികളെ സങ്കോചിപ്പിക്കാൻ സഹായിക്കുന്നു. പിന്നെ മുലപ്പാൽ ചുരത്താനും സഹായിക്കുന്നു. വാസോപ്രസിൻ അല്ലെങ്കിൽ ADH ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. ഇതിൻ്റെ കുറവ് മൂലം ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന കണ്ടീഷൻ വരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ എത്രയേ ഉള്ളൂ, അതൊന്നും പറയാനില്ല. അവിടെ എഴുതിയിട്ടുണ്ട് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ഇനി നമ്മുടെ ഹൈപ്പോതലാമസ് ഉണ്ടല്ലോ, ഈ ഹൈപ്പോതലാമസ് പലതരം റിലീസിങ് ഹോർമോൺസിനെയും ഇൻഹിബിറ്ററി ഹോർമോൺസിനെയും പലതരം ഹോർമോൺസിനെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മിക്കവാറും എല്ലാ ഗ്രന്ഥികളുടെയും പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു? ഒന്ന് ത്വരിതപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ തൈറോയിഡിൻ്റെ മുൻതളവും പിൻതളവും ഒക്കെ ചേർന്നിട്ട് ഒരുപാട് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ തൈറോയിഡ് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഗൊനാഡോ ഉണ്ട്, പിന്നെ അഡ്രിനോകോർട്ടിക്കോ ഉണ്ട്. അങ്ങനെ പലതരം ഹോർമോണുകൾ നമ്മുടെ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും ഹൈപ്പോതലാമസും ചേർന്നിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിനെ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ ഗ്രന്ഥി, മാസ്റ്റർ ഗ്ലാൻഡ്. ഓക്കെ, മാസ്റ്റർ ഗ്ലാൻഡ് അല്ലെങ്കിൽ മാസ്റ്റർ ഗ്രന്ഥി, നായക ഗ്രന്ഥി എന്ന് വിളിക്കുന്നു. ഓക്കെ, മാസ്റ്റർ ഗ്രന്ഥി അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, ഇനി ലൈംഗിക ഹോർമോണുകളാണ്. സെക്സ് ഹോർമോൺസ് വൃഷണം. പുരുഷന്മാരുടെ പ്രധാനപ്പെട്ട ലൈംഗിക ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഇനി സ്ത്രീകളുടെ അണ്ടാശയം ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ലൈംഗിക ഹോർമോണുകൾ ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. ഓക്കെ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. അപ്പോൾ ലൈംഗിക ഹോർമോണുകൾ വൃഷണം പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ പുരുഷന്മാരുടെ പ്രധാനപ്പെട്ട ലൈംഗിക ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ, സ്ത്രീകളുടെ ആണെങ്കിൽ ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. ഓക്കെ, ഇനി നമ്മുടെ ഉറുമ്പൊക്കെ ഉണ്ടല്ലോ, ഉറുമ്പൊക്കെ കൃത്യമായിട്ട് വരി പിടിച്ച് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണ് അവർക്കത് സാധ്യമാവുക? ഓക്കെ, നമ്മുടെ ഹോർമോൺസിനെ പറ്റി പറയുമ്പോൾ മറ്റുള്ള ജീവികളുടെ കാര്യമാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. മനുഷ്യരുടെ കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉറുമ്പുകൾ ഇങ്ങനെ വരിവരായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില കെമിക്കൽസ് ആണ് ഇതിന് കാരണം. ആ കെമിക്കൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിറമോണുകൾ. ഓക്കെ, എന്ത് വിളിക്കും? ഫിറമോൺസ് എന്ന് വിളിക്കും. ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോണുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിറമോണുകൾ. ഇണയെ ആകർഷിക്കൽ, ഭക്ഷണ ലഭ്യത അറിയിക്കൽ, സഞ്ചാരപാത നിർണ്ണയിക്കൽ, അപകട സാധ്യത അറിയിക്കൽ എന്നിവയ്ക്ക് ഫിറമോണുകൾ ഉപയോഗിക്കുന്നു. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ഉപയോഗിക്കുന്നു? ഫിറമോണുകൾ ഉപയോഗിക്കുന്നു. തേനീച്ചകൾ, ചിതലുകൾ മുതലായവ കോളനികളായി ജീവിക്കുന്നത് ഫിറമോണുകൾ ഉപയോഗിച്ചുള്ള രാസസന്ദേശങ്ങൾ വഴിയാണ്. ഇനി കസ്തൂരിമാനിലെ കസ്തൂരി, പിന്നെ വെരിയിലുള്ള സിവറ്റോൺ, പട്ടുനൂൽ ശലഭം, ഓക്കെ, പെൺ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഫിറമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. പഠിച്ചു വയ്ക്കുക. കസ്തൂരിമാനിലെ കസ്തൂരി, വെരികിലുള്ള സിവറ്റോണ്, പിന്നെ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ. ഓക്കെ, ബോംബിക്കോൾ ഇതൊക്കെ നമ്മുടെ ഫിറമോണുകൾക്ക് ഉദാഹരണങ്ങളാണെന്ന് പഠിച്ചു വയ്ക്കുക. കസ്തൂരിമാനിലെ കസ്തൂരി, വെരികിലെ സിവറ്റോണ്, പെൺ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഫിറമോണുകൾക്ക് ഉദാഹരണങ്ങളാണെന്ന് പഠിച്ച് വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പ്ലാന്റ് ഹോർമോൺസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പ്ലാന്റ് ഹോർമോൺസ്. ഓക്കെ, പ്ലാന്റ് ഹോർമോൺസ് പലതരത്തിലുണ്ട്. ഓക്സിൻ, സൈറ്റോകിനിൻ, എഥിലിൻ, അബ്സിസിക് ആസിഡ്, ഗിബെറിലിൻ. ഓക്കെ, കോശത്തിന്റെ വളർച്ച, ദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം ഇതിനൊക്കെ സഹായിക്കുന്നത് ഓക്സിനാണ്. ടിപ്സ്, ഓക്കെ, എൻഡുകൾ നീളം വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അഗ്രങ്ങൾ നീളം വെക്കാൻ സഹായിക്കുന്നത് ഓക്സിനാണ്. സൈറ്റോകിനിൻ എന്താണ്? കോശ വളർച്ചയ്ക്കും കോശ വിഭജനത്തിനും കോശ വൈവിധ്യവൽക്കരണം. ഇതിനകത്ത് കോശ വിഭജനം പഠിച്ചു വയ്ക്കുക. മെയിനായിട്ട് കോശ വിഭജനത്തിന് സഹായിക്കുന്ന പ്ലാന്റ് ഹോർമോൺ ആണ് സൈറ്റോകിനിൻ. ഇനി ഗിബെറിലിൻ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഗിബെറിലിൻ വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നത് ഗിബെറിലിൻ. ഓക്കെ, വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നത് ഗിബെറിലിനാണ്. ഇല വിരിയാൻ സഹായിക്കുന്നതും ഗിബെറിലിനാണ്. ഇനി അബ്സിസിക് ആസിഡ് ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ. നമ്മുടെ വിത്തൊന്നും ഒരുപാട് കാലം കിടന്നാലും, അതായത് അതിന് മുളച്ചു പൊന്താനുള്ളൊരു സാഹചര്യം കിട്ടാതെ അത് കുറേ ദിവസം ഇരുന്നാലും അതിന് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അങ്ങനെ സൂക്ഷിച്ചു വെക്കുക. ഭ്രൂണത്തിന് നന്നായി സൂക്ഷിച്ചു വെച്ച് പിന്നീട് അനുകൂലമായ സാഹചര്യം വരുമ്പോഴത്തേക്ക് അതിനെന്ത് ചെയ്യാം? മുള വരാൻ വേണ്ടിയിട്ട് സഹായിക്കുക. ഓക്കെ, പൊടിക്കാൻ വേണ്ടി സഹായിക്കുക. ആ ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ സുപ്താവസ്ഥ എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്നത്, അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാൻ സഹായിക്കുന്നത് അബ്സിസിക് ആസിഡാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഈ ഒരു പോയിന്റാണ്, പാകമായ ഇലകളും കായ്കളും പൊഴിയാൻ സഹായിക്കുന്നത് അബ്സിസിക് ആസിഡ്. പാകമായ ഇലകളും കായ്കളും പൊഴിയാൻ സഹായിക്കുന്നത് അബ്സിസിക് ആസിഡ്. ഇനി വാതക രൂപത്തിലുള്ള ഒരു പ്ലാന്റ് ഹോർമോൺ ആണ് എഥിലിൻ. വാതക രൂപത്തിലുള്ള പ്ലാന്റ് ഹോർമോൺ ആണ് എഥിലിൻ. എന്താണ് ജോലി? ഇലകളും നമ്മുടെ ഫലങ്ങളും, അതായത് ഇലകളും ഫ്രൂട്ട്സും ഒക്കെ പാകമാകാൻ സഹായിക്കുന്നത് എഥിലിനാണ്. ഇനി ഈ എഥിലിൻ കൂടിയ അളവിലായി കഴിഞ്ഞാൽ ഇലയും പൂവൊക്കെ നമ്മുടെ പഴമൊക്കെ എന്ത് ചെയ്തു പോകും? പൊഴിഞ്ഞ് പോകും. ഓക്കെ, അപ്പോൾ ഇലകളും അതുപോലെ ഫലങ്ങളും പാകമാകാൻ, മെച്യൂർ ആകാൻ വേണ്ടി സഹായിക്കുന്നത് എഥിലിനാണ് കേട്ടോ. പഴുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫലങ്ങൾ പഴുക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണെന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എഥിലിനാണ് ഉത്തരം. ഓക്കെ, എഥിലിൻ. ഓക്കെ, ഓക്സിൻ വേരിന്റെ അമിത വളർച്ച തടയുന്നു. നമ്മുടെ വേര് ഒരുപാട് വളർന്ന് പന്തലിക്കാതെ അമിത വളർച്ച തടയുന്നു ഓക്സിൻ. തേങ്ങാവെള്ളത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ സൈറ്റോകിനിനാണ്. കോശ വിഭജനത്തിന് സഹായിക്കുന്ന സൈറ്റോകിനിനാണ് തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ. ഇനി പുഷ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ ആണ് കേട്ടോ. പുഷ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഫ്ലോറിജൻ. ഇനി ഇത് നോക്കിയോളൂ. ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ മുതലായ വിളകളിൽ കൃത്രിമ ഓക്സിൻ ഉപയോഗിച്ചുകൊണ്ട് വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു കൃത്രിമ ഓക്സിൻ, ആർട്ടിഫിഷ്യൽ ഓക്സിൻ ഉപയോഗിച്ചുകൊണ്ട്. ഇത്തരത്തിൽ ബീജസംയോഗം നടക്കാതെ തന്നെ അണ്ടാശയങ്ങൾ ഫലങ്ങളായി മാറുന്ന പ്രക്രിയയാണ് പാർത്തനോകാർപ്പി. ഇമ്പോർട്ടൻ്റ് ആണ് പാർത്തനോകാർപ്പി. നമ്മുടെ ബീജസംയോഗം നടക്കാതെ അണ്ടാശയം എന്തായിട്ട് മാറുന്നു? ഫലമായിട്ട് മാറുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോകാർപ്പി. ഓക്കെ, ഇനി ഗിബെറിലെന്നോ വായിക്കുക. ഗിബെറിലിനാണ് ഞാൻ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. ഗിബെറിലിനാണ്. ജിബെറിലെന്നോ വായിക്കാം. ഗിബെറിലിനുകളും പാർത്തനോകാർപ്പിക്ക് കാരണമാവാറുണ്ട്. അപ്പോൾ ഓക്സിൻ കാരണമോ ഗിബെറിലിൻ കാരണമോ പാർത്തനോകാർപ്പി നടത്താം. ഓക്കെ, പിന്നെ കൃത്രിമ ഓക്സിനുകൾക്ക് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വയ്ക്കുക. കൃത്രിമ ഓക്സിനുകളായ NAA,
അതുപോലെ IBA എന്നിവ നമ്മുടെ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയുന്നു. പിന്നെ വേര് മുളപ്പിക്കാൻ സഹായിക്കുന്നു. NAA, IBA എന്നൊക്കെ പറയുന്നത് കൃത്രിമ ഓക്സിനുകളാണ്, പ്ലാന്റ് ഹോർമോൺസ് ആണ്. അപ്പോൾ ഇവ നമ്മുടെ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നതും അതുപോലെ തടയുന്നു, അതുപോലെ തന്നെ വേര് മുളയ്ക്കാൻ സഹായിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ ഓക്സിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് 2,4-D. ഓക്കെ, 2,4-D എന്ന് പറയുന്നത് ആ ഒരു ഓക്സിൻ എന്തായിട്ട് ഉപയോഗിക്കുന്നു? കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2,4-D പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. 2,4-D ഒരു കളനാശിനിയായിട്ട് വീഡിസൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. 2,4-D. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.